നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ട RSP ഇരവിപുരം സീറ്റ് പകരം കോൺഗ്രസിന് നൽകാമെന്നും അറിയിച്ചു. തുടർച്ചയായി ഇരവിപുരത്ത് പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് RSPയുടെ നീക്കം. കൊല്ലം സീറ്റ് നൽകിയാൽ കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റുകൾക്ക് പകരം 4 സീറ്റുകൾ മതിയെന്നാണ് RSP നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ RSPയുടെ ആവശ്യം ജില്ലാ നേതൃത്വം തള്ളി. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് RSPയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആവശ്യം അങ്ങനെ തന്നെയാണ്, ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നല്ലേ? അതായത് ജീവൽ മരണ പോരാട്ടത്തിൽ ഇനിയൊരു പരാജയം ഏറ്റുവാങ്ങാൻ ഇരവിപുരത്ത് സാധിക്കില്ലെന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് RSP കൊല്ലം സീറ്റ് നിലവിൽ ആവശ്യപ്പെടുന്നത്. ഈ സീറ്റിൽ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു സ്ഥാനാർത്ഥി RSPക്ക് ഈ മണ്ഡലത്തിൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സീറ്റ് വെച്ചുമാറ്റ ഫോർമുല RSP നിലവിൽ UDF നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതായത് ഇരവിപുരം സീറ്റ് തിരികെ നൽകാം, പകരം തങ്ങൾക്ക് കൊല്ലം സീറ്റ് നൽകണം. അങ്ങനെ ഒരു വലിയ പരാജയത്തിൽ നിന്ന് ചെറിയ ഒരു വിജയം നേടാനാകുമെന്നൊരു പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് ഈ RSP നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പക്ഷേ കോൺഗ്രസിൻ്റെ ജില്ലാ ഘടകം ഈ തീരുമാനത്തെ പൂർണ്ണമായും എതിർത്തിട്ടുണ്ട്. കാരണം കൊല്ലം സീറ്റ് അങ്ങനെ വെച്ചു മാറാനാകില്ല. തങ്ങൾക്ക് കൃത്യമായൊരു അടിത്തറയുള്ള സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കിയ മണ്ഡലമാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഇരവിപുരം ഏറ്റെടുത്ത് കൊല്ലം മണ്ഡലം വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് ജില്ലാ കോൺഗ്രസ് ഘടകം പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇരവിപുരം മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ്റെ മകൻ MP പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണം എന്നൊരു വിഭാഗം ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസിലൊരു വിഭാഗമാണ് ഈ ഒരു ആവശ്യമായി മുന്നോട്ട് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു സീറ്റ് വെച്ച് മാറണമെന്നൊരു ആവശ്യം RSP നേതൃത്വം UDFന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായൊരു ചർച്ച UDFൽ ഉണ്ടാകും. ഈ കഴിഞ്ഞ തവണ 5 സീറ്റുകളിലാണ് RSP ആകെക്കൂടി മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ കൊല്ലം സീറ്റ് നൽകുകയാണെങ്കിൽ, ഇരവിപുരം ഏറ്റെടുത്ത് കൊല്ലം നൽകുകയാണെങ്കിൽ പകരം 4 സീറ്റ് മതി എന്ന ഒരു ഫോർമുല കൂടി RSP UDFന് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും UDF നേതൃയോഗത്തിലാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരിക. പക്ഷേ എന്തായാലും ഈ സീറ്റ് കൊല്ലം സീറ്റ് വിട്ടു നൽകരുതെന്നൊരു ആവശ്യം കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകങ്ങൾക്കുണ്ട്, ജില്ലാ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, വ്യക്തമാണ്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.